നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. പ്രവാസികൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും എന്നാൽ കൂടുതൽ ദുഃഖം ഉണ്ടാക്കുന്ന വാർത്തയായിരിക്കും പലപ്പോഴും നമ്മൾ വായിക്കാറുള്ളത്, അല്ലെങ്കിൽ അത് കൂടുതലും ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തണമെന്ന് കരുതിയിട്ടാണ് അത് വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ സന്തോഷമുള്ള വാർത്തയാകട്ടെ ഇന്ന് ആദ്യം നമുക്കതിലേക്ക് കടക്കാം. പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. സൗദിയുടെ ഫ്ലൈ ഡീൽ സർവീസ് 2026 മുതൽ ഇന്ത്യയിലേക്കും. അതിവേഗം വളരുന്ന ഇന്ത്യൻ വ്യോമയാന വിപണിയെ പ്രതീക്ഷയോടെ കാണുന്ന സൗദി അറേബ്യയുടെ നോ ഫ്രിൽസ് കാരിയർ ഫ്ലൈ ഡീൽ 2026 ആദ്യപാദം മുതൽ മുംബൈ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വിമാന സർവീസുകൾ ആരംഭിക്കും. ലോകത്തിലെ ഏറ്റവും മത്സരാധിഷ്ഠിത വിപണികളിൽ ഒന്നായ ഇന്ത്യയിലേക്ക് പൂർണ്ണ ശ്രദ്ധ ആവശ്യമാണെന്ന് എയർലൈൻ സിഇഒ സ്റ്റീവൻ ഗ്രീൻവേ പറഞ്ഞു. സൗദിയ എയർലൈൻസിന്റെ ഒരു സഹോദര കമ്പനിയായ ജിദ്ദ ആസ്ഥാനമായുള്ള ഫ്ലൈ ഡീൽ 8 വർഷത്തിലേറെയായി സർവീസ് നടത്തുന്നുണ്ട്. ഈ വർഷം അവസാനത്തോടെ 46 വിമാനങ്ങൾ തങ്ങളുടെ ഫ്ലൈറ്റിൽ ഉണ്ടാകുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു. നിലവിൽ വിമാന കമ്പനിക്ക് 42A320 വിമാനങ്ങളുണ്ട്. കൂടാതെ 2027 ജൂലൈ മുതൽ വരാൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന 10 വൈഡ് ബോഡി A330 നിയോകൾക്കുള്ള ഓർഡറുകളും നൽകിയിട്ടുണ്ട്. ഉദ്ദേശം മുംബൈ, ഡൽഹി തുടങ്ങിയ മഹാനഗരങ്ങളിലേക്കും ഇന്ത്യയിലെ ദ്വിതീയ നഗരങ്ങളിലേക്കും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മുംബൈ ആദ്യത്തേതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഗ്രീൻവേ PTIക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇത്. സൗദി അറേബ്യയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു പ്രധാന ആഭ്യന്തര വ്യോമയാന വിപണിയുണ്ട്. ഇന്ത്യയിലെ ഒരു ആഭ്യന്തര വിമാന കമ്പനിയുമായി ഫ്ലൈ ഡീൽ ഒരു കോഡ് ഷെയർ പങ്കാളിത്തം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഗ്രീൻവേ പറഞ്ഞു. ഒരു എയർലൈനിന് അതിന്റെ പങ്കാളി കരിയറിൽ ഒറ്റ ടിക്കറ്റിൽ യാത്രക്കാരെ ബുക്ക് ചെയ്യാൻ അനുവദിക്കുന്നതാണ് കോഡ് ഷെയർ പങ്കാളിത്തം. സൗദി അറേബ്യയിൽ തന്നെ 3 ദശലക്ഷം ഇന്ത്യക്കാരുണ്ട് എന്നും വ്യാപാര പങ്കാളിത്തങ്ങളും ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങളുമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ജിദ്ദ, റിയാദ്, ദമാം എന്നിവിടങ്ങളിലെ ഹബ്ബുകളിൽ നിന്ന് 2026 അവസാനത്തോടെ ഇന്ത്യയിലെ 6 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വരെ കണക്ട് ചെയ്യാൻ എയർലൈൻ പ്രതീക്ഷിക്കുന്നു. ഹജ്ജ്, ഉംറ, തീർത്ഥാടനത്തിലുള്ള സേവനങ്ങളായിരിക്കും മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. ഇന്ത്യ വളരെ മത്സരാധിഷ്ഠിതമായ ഒരു വിപണിയാണെന്ന് ഗ്രീൻവേ വ്യക്തമാക്കി. കുറഞ്ഞ ചെലവിലുള്ള വിമാന കമ്പനിക്ക് വിപണി വിഹിതത്തിന്റെ ഭൂരിഭാഗവും ലഭിച്ച ലോകത്തിലെ ചുരുക്കം ചില വ്യോമയാന വിപണികളിൽ ഒന്നാണ് ഇന്ത്യ എന്നും അദ്ദേഹം പറഞ്ഞു. 65% ആഭ്യന്തര വിപണി വിഹിതമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര വിമാന കമ്പനിയാണ് ഇൻഡിഗോ. ഗൾഫ് വിമാന കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് അന്താരാഷ്ട്ര ഗതാഗതം എടുത്തുകളയുന്നുണ്ട് എന്ന ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യക്കും സൗദി അറേബ്യയ്ക്കും സമാനമായ പാരമ്പര്യമുണ്ടെന്നും ഇരു രാജ്യങ്ങൾക്കും വ്യോമഗതാഗതത്തിൽ ന്യായമായ വിഹിതം ലഭിച്ചിട്ടില്ലെന്നും ഗ്രീൻവേ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിടുന്ന സർവീസുകൾ വാഗ്ദാനം ചെയ്യുന്നതിൽ ഞങ്ങൾ ശക്തരല്ല. അവിടെ വികസനത്തിന് ധാരാളം ഇടമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ഗ്രീൻവേയുടെ വാക്കുകളാണിത്. സൗദി അറേബ്യയിൽ എയർലൈൻസിന് ഇന്ത്യയിൽ നിന്ന് അന്താരാഷ്ട്ര ഗതാഗതം സ്വീകരിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദുബായ്, ദോഹ, ബഹ്റൈൻ, അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇരു രാജ്യങ്ങൾക്കും വലിയ ആഭ്യന്തര വിപണി ഉണ്ടെന്നാണ് പ്രധാന വ്യത്യാസമെന്ന് ഈ ഫ്ലൈ ഡീൽ മേധാവി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രവാസികൾക്ക്, ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് സന്തോഷകരമായ വാർത്ത തന്നെയാണ്. ഇനി പ്രവാസികൾക്ക് സന്തോഷം പകരുന്ന വാർത്തയാണെങ്കിൽ ഇപ്പോൾ പ്രവാസികൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത്, നമ്മൾ ഇതിനു മുമ്പും ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ ഒരു സ്വഭാവ മാറ്റം നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക, അല്ലെങ്കിൽ ഇത് വലിയൊരു പണിയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയാണ് വീണ്ടും വരുന്നത്. തിരക്കിനിടയിൽ മക്കളുടെ മാറ്റം കാണാതെ പോകരുത്. ഉപകാരം ഒരുപക്ഷെ ഉപദ്രവമായി മാറിയേക്കാനുള്ള സാധ്യതയുണ്ട്. ടെലിവിഷൻ മുതൽ സ്മാർട്ട് ഫോണുകൾ വരെ സാങ്കേതിക വിദ്യ ആഴത്തിൽ വേരൂന്നിയ ലോകത്തിലാണ് ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത്. പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്ക് പ്രകാരം 12 വയസ്സോ അതിൽ താഴെയോ മാത്രം പ്രായമുള്ള 4-ൽ 1 കുട്ടിക്ക് സ്വന്തമായി സ്മാർട്ട് ഫോൺ ഉണ്ടെന്നാണ്. മാതാപിതാക്കളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ കണക്ക്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 68% ടാബ്ലറ്റ് ആണ് ഉപയോഗിക്കുന്നത്. 61% പേർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ചെറിയ കുട്ടികൾ പോലും ഡിജിറ്റൽ ലോകത്ത് സജീവമാണ്. 2 വയസ്സിന് താഴെയുള്ള തന്റെ കുട്ടി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് 60% രക്ഷിതാക്കളും പറയുന്നത്. മാത്രമല്ല, ഇപ്പോഴുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. UK കുടുംബങ്ങളിലാണ് ഇത്തരത്തിൽ കുട്ടികളുടെ ഫോൺ ഉപയോഗം കൂടുതലായി കാണുന്നത്. മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന സമയം കുട്ടികൾ ഒരിടത്ത് സമാധാനമായി ഇരിക്കാനാണ് പലരും ഫോൺ കൊടുക്കുന്നത്. മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയം പല കുട്ടികളും ഒറ്റപ്പെടാറുണ്ട്. ഈ സമയത്താണ് ഇവർ ഫോണിനെയും TVയെയും ആശ്രയിക്കാറുള്ളത്. പ്രവാസികളുടെ കുട്ടികളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ അനുഭവിക്കുന്നത്. എന്നാൽ ദോഷങ്ങൾ മാത്രമല്ല, പല കുട്ടികളിലും നല്ല കാര്യങ്ങൾ കൂടി സംഭവിക്കാറുണ്ട്.
പവർ പോയിന്റ് പ്രസന്റേഷൻ, പഠനത്തിന്റെ ഭാഗമായുള്ള പ്രൊജക്ടുകൾ സ്വന്തമായും ക്രിയാത്മകമായും ചെയ്യുക തുടങ്ങിയ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നുമുണ്ട് ഈ കുട്ടികൾ. UAE-യിലെ അധ്യാപകരും ഈ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. പൂർണ്ണമായും മാറ്റാൻ കഴിയില്ലെങ്കിലും കുട്ടികളെ ദോഷമായി ബാധിക്കാത്ത രീതിയിൽ ശ്രദ്ധിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരിക്കലും കുട്ടികളെ മണിക്കൂറുകളോളം ഫോൺ അല്ലെങ്കിൽ TVയോ കാണാൻ അനുവദിക്കുകയോ ചെയ്യരുത്. എല്ലാത്തിനും കൃത്യമായ ഒരു നിയന്ത്രണം വെക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധ ചെലുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ആശ്വാസത്തിന് ഒന്ന് ഫോൺ കൊടുത്തതായിരിക്കാം, പക്ഷെ അത് വലിയ തലവേദനയായി മാറാറുണ്ട്. മൊബൈൽ ഫോണിന്റെ ഉപയോഗം, അമിത ഉപയോഗം കാരണം എത്രയോ ദുരന്ത വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ ക്രിമിനൽ പശ്ചാത്തലം കുട്ടികൾക്ക് ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. അബുദാബിയിൽ കല്യാശ്ശേരി സ്വദേശി കുഴഞ്ഞു വീണു മരിച്ചു. കോലത്ത് വയൽ സൊസൈറ്റി റോഡിന് സമീപം പുളിയങ്കോടൻ രാജേഷ് 52 വയസ്സാണ് മരിച്ചത്. ഒക്ടോബർ 29-ന് അബുദാബിയിലെ താമസ സ്ഥലത്താണ് കുഴഞ്ഞു വീണത്. കൂടെ താമസിക്കുന്നവർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. സന്ദർശക വിസയിൽ UAE-യിലേക്ക് പോയതായിരുന്നു. ഏറെക്കാലം ഗൾഫിൽ ജോലി ചെയ്തതിനു ശേഷം കുറച്ചുകാലമായി നാട്ടിലായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് വൈകിട്ട് നാട്ടിലെത്തിക്കും. സംസ്കാരം 6-ന് ചെക്കിക്കുണ്ട് സമുദായ ശ്മശാനത്തിൽ. പിതാവ് പുളിയാങ്കോടൻ കുഞ്ഞിരാമൻ മുൻ പഞ്ചായത്ത് അംഗമാണ് കല്യാശ്ശേരിയിലെ. അമ്മ ഭാനുമതി, ഭാര്യ സ്മിത കൂടാളിയാണ്. മകൾ നന്ദശ്രീ, സഹോദരിമാർ ഷൈമ, ഷൈജ. അതുപോലെ 3.5 പതിറ്റാണ്ടിലേറെ സൗദിയിൽ പ്രവാസിയായ മലയാളി ഹൃദയാഘാതം മൂലം ജിദ്ദയിൽ അന്തരിച്ചിട്ടുണ്ട്. ഏറനാട് കീഴ്പറമ്പ് കിണറ്റിൽ കണ്ടി കോലോത്ത് അബ്ദുൽ സലാം എന്ന 60 വയസ്സുള്ളയാളാണ് മരിച്ചത്. ജിദ്ദ അൽസലാമിൽ താമസിക്കുന്ന അബ്ദുൽ സലാമിനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജിദ്ദ ജർമ്മൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നില വഷളാവുകയായിരുന്നു. 39 വർഷമായി സൗദിയിൽ പ്രവാസിയായിരുന്നു. മനന്തല കോലോത്ത് മുഹമ്മദ്, മനന്തല കാരണത്ത് ഫാത്തിമ എന്നിവരാണ് മാതാപിതാക്കൾ. ഭാര്യ മുനീറ, മക്കൾ ഷംസീറ, സുൽഫിയ, മരുമക്കൾ കുഞ്ഞുമുഹമ്മദ്, ഷൗക്കത്തലി, ഷഫീഖ്. സഹോദരങ്ങൾ റഹ്മത്തുള്ള, അബ്ദുൽ കരീം, നൌഷാദ്, മറിയുമ, റുഖിയ, ഉമ്മു സൽമ, മൈമൂന, ഖൈറുന്നീസ, ഷാജിറ. നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും മരണാനന്തര സഹായങ്ങൾക്കുമായി ജിദ്ദ KMCC വെൽഫെയർ വിങ് രംഗത്തുണ്ട്. മികച്ച ഹോം ഗാർഡൻ ഉണ്ടോ നിങ്ങൾക്ക്? ദുബായിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ലക്ഷങ്ങളാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മികച്ച ഹോം ഗാർഡനുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദുബായിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ. ദുബായ് മുനിസിപ്പാലിറ്റിയാണ് നിങ്ങൾക്കായി വലിയ അവസരങ്ങൾ സമ്മാനിക്കുന്നത്. ദുബായിലെ മികച്ച ഹോം ഗാർഡനുകൾക്ക് 3 ലക്ഷം ദിർഹത്തിന്റെ സമ്മാനമാണ് നൽകുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റി തങ്ങളുടെ ഹോം ഗാർഡൻ മത്സരത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. താമസക്കാർക്ക് അവരുടെ ഇടങ്ങളെ സുസ്ഥിരവും വെള്ളം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതുമായ മിനി ഒയാസിസുകളാക്കി മാറ്റാൻ ഈ മത്സരം അവസരമൊരുക്കുകയാണ്. ദുബായിലെ ഏറ്റവും മനോഹരമായ സുസ്ഥിര ഹോം ഗാർഡൻ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ മത്സരം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ സസ്യങ്ങൾ നടുന്നതിനും ജലം സംരക്ഷിക്കുന്നതിനും സാധ്യമാക്കുന്നിടത്തെല്ലാം പുനരുപയോഗം ഊർജം ഉപയോഗിക്കുന്നതിനും വീട്ടുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഔട്ട്ഡോർ ഗാർഡൻ സ്ഥലമുള്ള വില്ലകളിൽ താമസിക്കുന്ന ദുബായ് നിവാസികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. വില്ല ഉടമകൾക്കും വാടകക്കാർക്കും പങ്കെടുക്കുന്നതിന് തടസ്സമില്ല. ഇൻഡോർ ഗാർഡനുകൾക്കും റൂഫ് ടോപ്പ് ഗാർഡനുകൾക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. എൻട്രികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 21-നാണ്. വിജയികളെ 2026 മാർച്ചിൽ നടക്കുന്ന ചടങ്ങിൽ പ്രഖ്യാപിക്കും. അധികൃതർ നൽകുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും വിജയികളെ തെരഞ്ഞെടുക്കുക. 1-ാം സ്ഥാനം 1 ലക്ഷം ദിർഹം, 2-ാം സമ്മാനം 70,000 ദിർഹം, 3-ാം സമ്മാനം 40,000 ദിർഹം, 4-5 സ്ഥാനക്കാർക്ക് 20,000 ദിർഹം വീതവും നൽകും. കൂടാതെ ഏറ്റവും മികച്ച 5 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എൻട്രികൾ 10,000 ദിർഹത്തിന്റെ റാഫിൽ ഡ്രോയിൽ ഉൾപ്പെടുത്തും. അതേസമയം ജലക്ഷമത, ജൈവവൈവിധ്യം, മണ്ണിന്റെ ആരോഗ്യം, പരിപാലനം, സുരക്ഷ, നൂതന ആശയങ്ങൾ എന്നിവയുൾപ്പെടെ 10 മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് വിജയികളെ തെരഞ്ഞെടുക്കുക. കഴിഞ്ഞ വർഷം ഏകദേശം 200 പേരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. കൂടാതെ 2024-ൽ മുനിസിപ്പാലിറ്റി 2,16,500 മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും 390 ഹെക്ടറിലധികം ഹരിത ഇടങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ മികച്ചൊരു പദ്ധതിയാണ്. കാരണം ഇത്തരത്തിലൊരു ഹോം ഗാർഡൻ ചെയ്യുന്നവർക്കൊരു പ്രചോദനം കൂടിയാണല്ലോ ഇത്തരം സമ്മാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ദുബായ് വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ മുതൽ ഈ ബോർഡിംഗ് വരെ ഇനി എളുപ്പത്തിൽ പൂർത്തിയാക്കാം. അതിനാൽ യാത്രക്കാർക്ക് ഇനി വിമാനത്താവളത്തിൽ പാസ്പോർട്ടോ ഫോണോ ഇല്ലാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു തടസ്സമില്ലാത്ത യാത്രാ അനുഭവം നൽകാൻ ഒരുങ്ങുകയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. ഇതിന്റെ ഭാഗമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 3-ൽ 200-ലധികം ബയോമെട്രിക് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ എയർലൈൻ ആരംഭിച്ചു കഴിഞ്ഞു. UAE-യിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന അവധിക്കാലം കൂടെ വരുന്നതോടുകൂടി യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്.
അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ യാത്രക്കാരുടെ ഒഴുക്ക് വേഗത്തിലാക്കാനും കാത്തിരിപ്പ് സമയം കുറയ്ക്കാനുമായി എയർലൈൻ നടത്തുന്ന 85 മില്യൺ ദിർഹത്തിന്റെ നിക്ഷേപത്തിന്റെ പദ്ധതിയാണ് ഇത് വികസിപ്പിച്ചെടുത്ത ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ആണ്. കൂടാതെ ഇതുവഴി പുതിയ മുഖം തിരിച്ചറിയാൻ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത യാത്രക്കാർക്ക് ഒരു ക്യാമറ നോക്കി ചെക്ക് ഇൻ, എമിഗ്രേഷൻ, ലോഞ്ചുകൾ, അതുപോലെ തന്നെ ബോർഡിംഗ് ഗേറ്റുകൾ എന്നിവയിലൂടെ എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കും. 1 മീറ്റർ അകലെ നിന്ന് പോലും യാത്രക്കാരനെ തിരിച്ചറിയാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്നതാണ് ഏറെ പ്രത്യേകത. രജിസ്ട്രേഷൻ എമിറേറ്റ്സ് ആപ്പ് അല്ലെങ്കിൽ ചെക്ക് ഇൻ കൗണ്ടറുകളിൽ വെച്ച് യാത്രക്കാർക്ക് സൈൻ അപ്പ് ചെയ്യാനായി സാധിക്കും. കൂടാതെ എമിറേറ്റ്സ് സ്കൈവാർഡ്സ് അംഗങ്ങളായിരിക്കണം ഇവർ. പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ബയോമെട്രിക് ഉപയോഗത്തിൽ സമ്മതം നൽകുകയും വേണം. 18 വയസ്സും അതിൽ കൂടുതലുമുള്ള വ്യക്തികൾക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ചെക്ക് ഇൻ കിയോസ്കുകളിൽ മറ്റു രേഖകൾക്ക് പകരം മുഖം തിരിച്ചറിയൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കും. ഇമിഗ്രേഷൻ നടപടികൾ വിമാനത്താവളത്തിലെ ടെർമിനൽ 3-ൽ GDRFA സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ യാത്രക്കാർക്ക് കടന്നുപോകാം. അതിനാൽ ഇവിടെ പാസ്പോർട്ട് കാണിക്കേണ്ടതില്ല. ലോഞ്ച് ആക്സസ് യോഗ്യരായ യാത്രക്കാർക്ക് കോൺകോഴ്സ് ബിയിലെ എമിറേറ്റ്സ് ലോഞ്ചുകളിൽ 5 ഗേറ്റുകളിൽ മുഖം തിരിച്ചറിയൽ വഴി പ്രവേശിക്കാൻ സാധിക്കും. UAE-യിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ തുടരുമെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചു. വരും ദിവസങ്ങളിൽ പല പ്രദേശങ്ങളും മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടാതെ താപനിലയിലും വൻ കുറവാണ് രേഖപ്പെടുത്തുന്നത്. നവംബർ മാസം ആരംഭിച്ചതോടുകൂടി UAE-യിലെ മിക്ക സ്ഥലങ്ങളിലും താപനില കുറഞ്ഞു. നിലവിലെ താപനിലയിൽ നിന്ന് നേരിയ തോതിൽ കുറയുകയും തീരദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും വ്യക്തമാക്കി. എന്നാൽ ബുധനാഴ്ചയോടെ താപനില വീണ്ടും ഉയരുമെന്നാണ് അറിയിപ്പ്. കൂടാതെ ഈ ആഴ്ചയിൽ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലകളിൽ ഇടയ്ക്കിടെ മഴയ്ക്ക് സാധ്യതയുണ്ട്. വൈകുന്നേരങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് വ്യക്തമാകുന്നത്. ഈ ദിവസങ്ങളിൽ കാറ്റ് സജീവമാകാനും സാധ്യതയുണ്ട്. കൂടാതെ ഈ ആഴ്ച അവസാനിക്കുന്നതുവരെ രാജ്യത്ത് തണുപ്പും മഴയും പ്രതീക്ഷിക്കാം. ചില തീരദേശ പ്രദേശങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായ ആകാശമായിരിക്കും ഉണ്ടാകുക. അതിരാവിലെ കനത്ത മഞ്ഞിനോടൊപ്പം ഈർപ്പവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തീരദേശ പ്രദേശങ്ങളിലും ദ്വീപുകളിലും താഴ്ന്ന മേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. ഈ മേഘരൂപീകരണം കാരണമാണ് ചില സ്ഥലങ്ങളിൽ നേരിയ മഴ പെയ്യാനുള്ള സാധ്യത എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ശക്തമായ കാറ്റിനു കൂടെ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. കാറ്റിനോടൊപ്പവും പൊടിയും മണലും ഉയരുന്നത് കാരണമാകുന്നതിനാൽ പുറത്തിറങ്ങുന്നവർ മാസ്ക് ധരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. അൽ ദഫ്ര മേഖലയിൽ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ ഈ കാലാവസ്ഥാ മാറ്റങ്ങൾ കണക്കിലെടുത്ത് യാത്രക്കാരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ മഴ സമയങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കാരണം കനത്ത മഴയിൽ UAE-യിലെ മിക്ക താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവേശനം നിഷേധിച്ചത്. ഇതുകൂടാതെ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കാനും അത് പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ കനത്ത മൂടൽമഞ്ഞ് കാരണം റോഡിലെ ദൃശ്യപരത കുറയുന്നതിനാൽ ഡ്രൈവർമാർ വേഗപരിധി കുറയ്ക്കാനും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അറിയിച്ചു. തീർച്ചയായും അത് ഒരു ഒഴിവുകഴിവ് വിചാരിക്കരുത്. കാരണം കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൃത്യമായി തന്നെ പാലിക്കുക. എന്തായാലും വീട്ടിലെ ഗാർഡനൊക്കെ തന്നെ പൊടിതട്ടി കുറച്ച് ഉണ്ടാക്കി അതിനുശേഷം കുറച്ച് കൂടുതൽ സംരക്ഷിച്ചോളൂ. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഒരുപക്ഷെ വിജയ്. ഡിസംബർ 21 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിനിടയിൽ തന്നെ നന്നാക്കി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തായാലും കാത്തിരിക്കാം ആരാകും വിജയം എന്നറിയാം. തീർച്ചയായും മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.